എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് ആണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഷോപ്പിംഗ് ആണ്. സോ നമ്മളങ്ങനെ റെഡിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനുണ്ട്, പിപ്പിയുണ്ട്, അച്ചുണ്ട്, ഷെജുണ്ട്, പിന്നെ ഷെബിയുണ്ട്. മെയിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതിന് വേണ്ടി നമ്മൾ പോവാണ്. ഷെജു നമ്മളെടുക്ക് പോകണം. ഷെജു എന്തിനാ അങ്ങാടി പോണേ? എന്ത് സാധനങ്ങള്? ഏത് മറ്റേത്? അങ്ങനെ നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞേക്ക് കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ മഴയൊക്കെ നിന്നു. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഷെജു ജ്യൂസൊക്കെ കുടിക്കുകയാണ്. ആൾക്ക് എപ്പോഴെങ്കിലും കുടിക്കണം, നല്ലൊരു എനർജി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അത് കയ്യിൽ നിന്ന് ചാടി പൊട്ടേണ്ടി വന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ പിടിച്ച് അങ്ങനെ ആച്ചും ഷെജു കൂടി ജ്യൂസ് കുടിക്കുകയാണ്. ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരിക്കുകയാണ്. ഞാൻ മെയിനായിട്ട് ഇവിടെ വീഡിയോ എടുക്കുകയാണ്. എനിവേ നമ്മൾ പിപ്പിക്ക് ചപ്പലെടുക്കാണ്ടായിരുന്നു. അപ്പോൾ പിപ്പി പറയേണ്ടത് ചപ്പലിടണമെന്ന് എടുക്കേണ്ട എൻ്റെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ മറ്റൊരു രണ്ടാളും ഒലുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ബ്രൈഡൽ ചിപ്പുകളൊക്കെ നോക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിട്ടൊരു സെൽഫി ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മിററുണ്ട്. അങ്ങനെ പിപ്പി അവിടെ ചപ്പൽസ് നോക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മിറർ ഉണ്ടാകുമ്പോൾ നമുക്ക് മിററൊന്നും നോക്കിയിട്ടില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ 2-3 ടൈപ്പ് ഓഫ് ചപ്പൽസ് നമ്മൾ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാനും നോക്കി. പക്ഷെ എനിക്കൊന്നും അങ്ങനെ എൻ്റെ കാലിന് മാച്ചായിട്ടില്ല, എനിക്ക് തോന്നിയില്ല. അപ്പം പിന്നെ ഞാൻ എടുത്തില്ല. അങ്ങനെ പിപ്പി നോക്കുമായിരുന്നു. ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. കൺഫ്യൂഷൻ തീർക്കാനായിട്ട് മറ്റേ രണ്ടാൾക്കാരും വേറെ കുറേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെടുത്ത് പിപ്പി, അതെടുത്ത് പിപ്പിയെന്ന്. ബട്ട് ഫൈനലി നമ്മൾ വേറെ ഒന്ന് നോക്കി. എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്. ബട്ട് ഇതൊരു എന്താ പറയുക, അതൊക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു വൈറ്റ് ടൈപ്പ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കോസ്മെറ്റിക്സ് വാങ്ങാണ്ടായിരുന്നു. എൻ്റെ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിപ്പിക്കുള്ള ലിപ്സ്റ്റിക്ക് നോക്കുമായിരുന്നു. അപ്പോൾ മറ്റുള്ള അവിടെ നിന്ന് പൊട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നി. ബട്ട് ഞാൻ ട്രൈ ചെയ്ത സമയത്ത് അതിൻ്റെ ഷെയ്ഡ് ചെയ്യുന്നില്ല. അങ്ങനെ 2-3 ഷെയ്ഡ്സൊക്കെ പിപ്പി ട്രൈ ചെയ്തിട്ട് അവസാനം ഓക്കൊരു നമ്മൾ 24 ഹവറിൻ്റെ ഒരു ഇൻസൈറ്റിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റേസറെ നോക്കി. പക്ഷേ ഈ റേസർ ഭയങ്കര അധികം മുറിവാകുന്നതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ കുറച്ച് ആക്സറീസ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഷെജു വിചാരിച്ചിരിക്കുന്നത് ആച്ചുവിനുള്ളതാണെന്ന്. അപ്പോൾ പിപ്പിനുണ്ട്. അപ്പം പിപ്പിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ആച്ചുവിന് വാങ്ങിക്കൊടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ആച്ചുവിന് ബാംഗിൾസ് നോക്കി. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പിൽ ആച്ചുവിന് ബാംഗിൾസ് അവൈലബിൾ അല്ല, ഭയങ്കര ലൂസാണ്. ഇങ്ങനെ നമ്മൾ വേറെ ഇവിടുന്ന് വാങ്ങാം. ബാക്കി കുറച്ച് ആക്സസറീസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഷെബി അവൻ്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. വെറുതെ കുറേ നേരമായിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷെജു പറയുന്നുണ്ട്, മാമ കുഴപ്പമില്ല, കുറച്ചൊരു കൂടി ഇരുന്നാൽ മതി, അപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിംഗ് തീരുമെന്ന് പറഞ്ഞിട്ട് ഷെജു മാമനും അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ വേറെ ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു 10 മണി സമയത്തിനും ആ ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ടൈമിലുണ്ടോ ഭയങ്കര ബ്ലോക്കായിരുന്നു. എല്ലാ പ്രാവശ്യവും ഉണ്ടാവലുണ്ട്. ഇത് എന്താ ഇത്ര ബ്ലോക്ക് എന്നറിയില്ല. എനിവേ കുറേ നേരം നമ്മളവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ നിന്നിട്ട് ഫൈനലി എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ ഫുഡ് വാങ്ങാൻ പോയി. അപ്പോൾ ഫുഡ് നമ്മൾ പാഴ്സൽ വാങ്ങാൻ വിചാരിച്ച് ബ്രദേഴ്സിലാണ് പോയത്. എന്താണ് ഷെയ്സെന്ന്? ഷെയ്സ എങ്ങനെ അലമ്പാൻ വെക്കണേ? ആച്ചു പഠിപ്പിച്ചെന്തേച്ച് ഇങ്ങനെ അലമ്പാണ് നോക്കട്ടെ. ആച്ചുയാണ് പഠിപ്പിച്ചു കൊടുക്കണേ. നോക്ക് അലമ്പാവാ. ഫൈനലി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി. നമ്മൾ ഷവായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്രദേഴ്സ് ഷവായ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കടൻ്റെ അവിടേക്കൊന്ന് പോകാണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയിന്നേ നമ്മൾ മറ്റേ ഷാൻ എടുക്കണം. മറ്റേത് പിന്നെ വേറെന്താ വാങ്ങി? മാല, വള, പിന്നെ ഇപ്പിക്കോ ഉപ്പാക്കം താങ്ങി. പിന്നെന്താ ഇപ്പൊക്കെ അറിയണോ? ഗായ്സ് ശ്രദ്ധിക്ക, ലിപ്സ്റ്റിക്. പിന്നെ മൂവാലേ നല്ല ആൻറ്റിന്റെ ഫോൺ ഓഫായി. എന്താ വാങ്ങിയേ?
അത് കഴിഞ്ഞില്ലേ? ആ പിന്നെ പിന്നെ ഷെജുന് എന്തോ വാങ്ങിയില്ലേ? ക്ലിപ്പ് വാങ്ങിയോ? അങ്ങോട്ടൊക്കെ ഉണ്ട പേര് തോന്നുന്നു. ക്ലിപ്പ് വാങ്ങിയില്ലേ? പിന്നെന്താ വാങ്ങിയേ? തുടത്തിയോള് മറ്റേത് അറിയല്ലോ. എന്താ പറ്റിയത്? ശാനങ്കളം. രാജേട്ടൻ കൊണ്ടുപോയാല് പിന്നെ ഷെജുവിനെ ഞാർക്കും കുട്ടമ്മേ. ഷെജു എന്താ കാട്ടിന് നമ്മള്? അതമ്മേ സാധനം വാങ്ങിക്കണു. രാജേട്ടൻ വരുന്നുണ്ട്. ഷെജു ലാസ്റ്റ് നല്ല അലമ്പായപ്പോൾ പിന്നെ നമ്മൾ ഷെജുവിന് ഓരോ ആൾക്കാർ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്നു. അങ്ങനെയെങ്കിലും കുറച്ചൊരു അടങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഞങ്ങൾ പേടിപ്പിച്ച് ആകെ വരണ്ട് പോയിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ഡോറൊക്കെ തുറന്നിട്ട് ഷെജു ഉപ്പ് വീരോട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം ഷെജു അവസാനം കരച്ചിലിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ട്. എനിവേ ഫൈനലി ഓളെ കരയിപ്പിക്കുമ്പോൾ നമുക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷേ ഓൾ കുറച്ച് നേരം നടങ്ങിയിരിക്കാൻ കുറച്ച് എന്ത് ചെയ്യണം, ഡോസ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഓളെ ഭയങ്കര കരപ്പിക്കലും ഓളെ ഭയങ്കര കൺഫ്യൂഷനെന്നുള്ളു. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണോ അതോ വീട്ടിലേക്ക് വേഗം പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ഇരിക്കുമായിരുന്നു. അവസാനം പിന്നെ ആളെന്തായാലും ഒതുങ്ങിയ നല്ല കുട്ടിയായി. കുജിക്ക